മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര, മലനിരകളിലൂടെ കയറുന്ന ചെറുവഴികൾ, മഞ്ഞിൽ മറഞ്ഞു പോകുന്ന പൈൻമരങ്ങൾ, തണുത്ത കാറ്റിന്റെ തലോടൽ. ഇതാണ് ഡാർജിലിംഗ്. കിഴക്കൻ ഹിമാലയം എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം വാക്കുകളിൽ പറഞ്ഞു തീരില്ല. ഡാർജിലിംഗ് ടോയ് ട്രെയിൻ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അർജുൻ പൂമംഗലത്ത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കേരളത്തിൽ നിന്ന് ട്രെയിൻ വഴി വിവേക് എക്സ്പ്രസ്സിലോ ഫ്ലൈറ്റ് വഴിയോ നമുക്ക് ഡാർജിലിംഗിൽ എത്തിച്ചേരാം. പശ്ചിമ ബംഗാളിലെ ന്യൂ ജൽപൈഗുരിയാണ് ഡാർജിലിംഗിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് നിരക്ക് സ്ലീപ്പറിന് 980 രൂപയും 3 ടയർ AC 2505 രൂപയുമാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ട്രെയിനുണ്ട്. ഏകദേശം 48 മണിക്കൂറോളമാണ് യാത്ര. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് 1000 രൂപ മുതൽ റൂം ലഭ്യമാണ്. രാവിലെ 10:10 ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് ട്രെയിനുണ്ട്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക. ടിക്കറ്റ് ചാർജ് 1500 രൂപയാണ്. രാവിലെ 10:10 ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:40 ഡാർജിലിംഗിൽ എത്തുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ബാഗ്ഡോഗ്രയാണ് ഡാർജിലിംഗിന്റെ അടുത്തുള്ള എയർപോർട്ട്. കൊച്ചിയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് മാത്രമേ ബാഗ്ഡോഗ്രയിലേക്കുള്ളൂ. ഏകദേശം 6 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്താൽ 6000 രൂപ നിരക്കിൽ ടിക്കറ്റ് കിട്ടാവുന്നതാണ്. ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് 18 കിലോമീറ്ററാണുള്ളത്. യൂബറും ഓട്ടോയും എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഡാർജിലിംഗിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള 7.5 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര അതിമനോഹരമാണ്. മൗണ്ടൻ റെയിൽവേ ആയതുകൊണ്ട് തന്നെ മാക്സിമം 20 km/h സ്പീഡിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ട്രെയിൻ യാത്രയിൽ ആവശ്യമായ ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതേണ്ടതാണ്. ഒരു ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അതില്ലാത്തവർക്ക് ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് ഷെയർ ടാക്സി വഴി പോകാവുന്നതാണ്. 400 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പേഴ്സണൽ ടാക്സിക്ക് 5000 രൂപയാകും. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ഡാർജിലിംഗിൽ എത്തിച്ചേരാം. അല്ലെങ്കിൽ ഡാർജിലിംഗിൽ തുടങ്ങി ഡാർജിലിംഗിൽ അവസാനിക്കുന്ന 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ടോയ് ട്രെയിനും പ്രിഫർ ചെയ്യാവുന്നതാണ്. IRCTCയിൽ DJ to DJRZ എന്ന് സെർച്ച് ചെയ്താൽ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. സ്റ്റീം എഞ്ചിൻ ട്രെയിനിൽ 1500 രൂപയും ഡീസൽ എഞ്ചിൻ ട്രെയിനിൽ 1000 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വൈകുന്നേരം 3:35 സ്റ്റീം എഞ്ചിനും 3:45 ഡീസൽ എഞ്ചിൻ ട്രെയിനുമുണ്ട്. ഈ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ 2 ട്രെയിനും ഒരുമിച്ച് പോകുന്നതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. പോകുന്ന വഴി കാഞ്ചൻജുംഗ പർവ്വതവും മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഡാർജിലിംഗിൻ്റെ ഭംഗിയും ആസ്വദിക്കാം. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഘും റെയിൽവേ സ്റ്റേഷനും റെയിൽവേ മ്യൂസിയവും കാഞ്ചൻജുംഗയുടെ പനോരമിക് വ്യൂ കാണാൻ സാധിക്കുന്ന ബട്ടാസിയ ലൂപ്പും വാർ മെമ്മോറിയലും കണ്ട ശേഷം നമുക്ക് തിരിച്ച് ഡാർജിലിംഗിലേക്ക് മടങ്ങാവുന്നതാണ്. ഡാർജിലിംഗിലെ കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.